ആലത്തൂർ പട്ടണം ചരിത്രവും സാംസ്കാരിക തനിമയും ഉറങ്ങുന്ന ഗ്രാമീണ പശ്ചാത്തലമുള്ള പട്ടണം. എങ്കിലും ആലത്തൂർ ടൗണിന് അനുയോജ്യമല്ലാത്ത ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് ഇപ്പോഴും യാത്രകൾ തുടരുന്നതും അവസാനിക്കുന്നതും. വേണ്ടേ ഇതിനൊരു പരിഹാരം? വേണം ഇതിനൊരു പരിഹാരം. കോടതി, താലൂക്ക് തല ആസ്ഥാനമായ മിനി സിവിൽ സ്റ്റേഷൻ, താലൂക്ക് ആശുപത്രി, പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫീസ്, ജയിൽ, ഫയർ സ്റ്റേഷൻ, AEO ഓഫീസ്, തൃശൂരിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ഇടത്താവളം, അന്തർ സംസ്ഥാന സർവീസുകൾ കടന്നുപോകുന്ന ഇടത്തരം പട്ടണം, ദേശീയപാതയുടെ സ്വാധീനമേറെയുള്ള പട്ടണം, നിരവധി സാംസ്കാരിക നായകന്മാർക്കും സ്വാതന്ത്ര്യ സമരസേനാനികൾക്കും സാമൂഹ്യ പരിഷ്കർത്താക്കൾക്കും ജന്മം നൽകിയ നാട്. ഈ മുൻധാരണയോടെ ആലത്തൂർ ബസ് സ്റ്റാൻഡിലെത്തിയാൽ കഥ മാറും. 1980 കാലഘട്ടത്തിലാണ് കോർട്ട് റോഡിൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത്. വിരലിലെണ്ണാവുന്ന അന്തർ സംസ്ഥാന ബസ്സുകളും ഏതാനും അന്തർജില്ലാ ബസ്സുകളും പ്രാദേശികമായി ഓടുന്ന ബസ്സുകളും മാത്രമായിരുന്നു അന്ന് ബസ് സ്റ്റാൻഡിനെ ആശ്രയിച്ചിരുന്നത്. അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് പരിമിതമായ രീതിയിലായിരുന്നു ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത്. എന്നാൽ കാലം മാറി. നാട് വളർന്നതോടൊപ്പം ആലത്തൂരും വളർന്നെങ്കിലും ബസ് സ്റ്റാൻഡിന്റെ വളർച്ച പടവലത്തിന്റെ വളർച്ച പോലെ വളഞ്ഞു തന്നെ. പൊട്ടിപ്പൊളിഞ്ഞ ബസ് കാത്തിരിപ്പ് കേന്ദ്രം, അതും ഏതാനും യാത്രക്കാർക്ക് മാത്രം ഇരിക്കാവുന്ന സംവിധാനം, കാലഹരണപ്പെട്ട ശുചിമുറി സംവിധാനങ്ങൾ, ബസ് സ്റ്റാൻഡിൽ ഏറെ സ്ഥലവും കയ്യേറിയ വ്യാപാര സ്ഥാപനങ്ങൾ, തലങ്ങും വിലങ്ങും ബസ് സ്റ്റാൻഡിൽ കയറിയിറങ്ങുന്ന ബസ്സുകൾ, ഇതെല്ലാം ചേർന്നതാണ് ആലത്തൂർ ബസ് സ്റ്റാൻഡ്. നിലവിലെ ബസ് സ്റ്റാൻഡ് ആധുനിക സംവിധാനത്തോടെ പുനർനിർമ്മിക്കാൻ കാലമേറെ കഴിഞ്ഞു. എന്നിട്ടും വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കാത്തതാണ് ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണം. ബസ് സ്റ്റാൻഡിന് സമീപത്ത് തന്നെ പഞ്ചായത്തിന്റെയും റവന്യൂ വകുപ്പിന്റെയും നിരവധി സ്ഥലങ്ങളുണ്ട്. നിലവിൽ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ദേശീയപാതയോട് ചേർന്നും ബസ് സ്റ്റാൻഡിന് അനുയോജ്യമായ സ്ഥലമുണ്ട്. അധികാരികൾ വിചാരിച്ചാൽ അന്തർ സംസ്ഥാന ബസ് ടെർമിനലായി മാറ്റാൻ കഴിയുന്ന ദേശീയപാതയിൽ അങ്ങോളം ഇങ്ങോളം ഓടുന്ന വാഹനങ്ങൾക്കും ബസ്സുകൾക്കും ഇടത്താവളമായി മാറ്റാൻ കഴിയുന്ന ബസ് ടെർമിനൽ തന്നെ നിർമ്മിക്കാനും കഴിയും. ആലത്തൂരിൽ നിലവിലെ കാലഹരണപ്പെട്ട ബസ് സ്റ്റാൻഡിന് പകരം ആധുനിക ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ബസ് ടെർമിനൽ യാഥാർത്ഥ്യമാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിച്ചാൽ ആലത്തൂർ യാത്ര സുഗമമായി മാറും. UTV ന്യൂസ്, പാലക്കാട്.